Hello everybody, welcome to Abacus Learning Series. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അബാക്കസിൻ്റെ ബേസിക്സ് ആയ ഇൻട്രൊഡക്ഷനും പാർട്സും ഫിംഗർ മൂവ്മെൻറ്റ്സും കൗണ്ടിങ് അപ് ടു 9 കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ 10 മുതലുള്ള കൗണ്ടിങ്ങും അതേപോലെ തന്നെ സിമ്പിൾ കാൽക്കുലേഷൻസ് വിത്ത് 1 ഡിജിറ്റും സിമ്പിൾ കാൽക്കുലേഷൻസ് വിത്ത് 2 ഡിജിറ്റ്സും കവർ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് 1 to 9 വരെ കൗണ്ട് ചെയ്യാൻ നോക്കി. നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് നോക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ 10+ എങ്ങനെ കൗണ്ട് ചെയ്യാമെന്നും കൂടി നോക്കാം. സോ ഇതാണ് നമ്മൾ മിഡിൽ മോസ്റ്റ് റോഡാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, യൂണിറ്റ് റോഡായിട്ട്. അതിലെ ലോവർ ബീഡിൽ നിന്ന് 1 ബീഡ് അപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് 1 എന്നുള്ള വാല്യൂ കിട്ടും. 2 അപ്പ് ആയാലോ 2 എന്നുള്ള വാല്യൂ, 3 അപ്പ് ആണെങ്കിൽ 3 എന്നുള്ള വാല്യൂ, 4 അപ്പ് ആണെങ്കിൽ 4 എന്നുള്ള വാല്യൂ. അതേപോലെ തന്നെ യൂണിറ്റ് റോഡിൽ ഒരു അപ്പർ ബീഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 5 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി 6 എന്നുള്ള വാല്യൂ കിട്ടണമെങ്കിലോ 1 ബീഡ് ഡൗണും അതേപോലെ തന്നെ ലോവർ ബീഡിൽ നിന്ന് 1 ബീഡ് അപ്പും ചെയ്യണം. 7 ആണെങ്കിലോ 2 ലോവർ ബീഡ് അപ്പ് ചെയ്യണം അപ്പർ ബീഡിൻ്റെ കൂടെ തന്നെ. അതേപോലെ തന്നെ 8 ആണെങ്കിൽ 3 ലോവർ ബീഡ് അപ്പ് ചെയ്യണം. 9 ആണെങ്കിൽ 4 ലോവർ ബീഡും ഒരു അപ്പർ ബീഡും അപ്പ് ചെയ്യണം. ഇനി നമുക്ക് 10 എന്നുള്ള വാല്യൂ എങ്ങനെ കിട്ടുക? കാരണം നമ്മുടെ യൂണിറ്റ് റോഡിലുള്ള എല്ലാ ബീറ്റ്സും കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി 10ലേക്ക് പോകണമെങ്കിലാണ് നമ്മൾ 10th റോഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ മാത്സിൽ എഴുതൂലേ 1 to 9 വരെ നമ്പേഴ്സും, പിന്നെ എഴുതുന്ന നമ്പേഴ്സ് നമ്മൾ എങ്ങനെ എഴുതുക, 1 0 എന്നുള്ളത് യൂണിറ്റ് പ്ലേസിൽ 0വും അതേപോലെ തന്നെ 10th പ്ലേസിൽ 1ഉം ആണ്. അതുപോലെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പം 10th റോഡിൽ ഒരു ബീഡ് അപ്പും യൂണിറ്റ് റോഡിൽ നമുക്ക് ഒരു ബീഡ്സും ടച്ച് ചെയ്യൂല. ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 10. 10th റോഡിൽ 1ഉം യൂണിറ്റ് റോഡിൽ 0വും. ഇനി നമുക്ക് 11 എന്നുള്ള വാല്യൂ കിട്ടണമെങ്കിലോ 10th റോഡിൽ 1 ബീഡും യൂണിറ്റ് റോഡിൽ 1 ബീഡും കൂടി അപ്പ് ചെയ്യണം. 1 1 11. സിമിലർലി 12 ആണെങ്കിൽ 10th റോഡിൽ 1ഉം യൂണിറ്റ് റോഡിൽ 2ഉം അപ്പ് ചെയ്യണം. 1 to 12. 13 ആണെങ്കിലോ 10th പ്ലേസിൽ 1ഉം യൂണിറ്റ് പ്ലേസിൽ 3ഉം അല്ലേ, അപ്പം 3 ബീറ്റ്സ് അപ്പ് ചെയ്യണം. 14 ആണെങ്കിൽ 4 ബീറ്റ്സ് അപ്പ് ചെയ്യണം. ഇനി നമുക്ക് 15 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഡൗൺ ചെയ്തിട്ട് നമ്മളെ യൂണിറ്റ് റോഡിൽ നിന്ന് അപ്പർ ബീഡിൽ നിന്ന് ഒരു ബീഡ് ഡൗൺ ചെയ്യണം. ഇപ്പം നമുക്ക് 1 5 15 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി 16ലേക്ക് കടക്കണമെങ്കിൽ ഒരു അപ്പർ ബീഡും ഒരു ലോവർ ബീഡും ചെയ്യണം. 17 ആണെങ്കിൽ ഒരു അപ്പർ ബീഡും ഒരു 2 ലോവർ ബീഡും. സോ 1 7 17. സിമിലർലി 18 ആണെങ്കിൽ 10th റോഡിൽ നിന്ന് 1ഉം യൂണിറ്റ് റോഡിൽ നിന്ന് 8ഉം. സോ 1 8 18. ഇനി 19 ആണെങ്കിൽ 1 ഫ്രം ദി 10th റോഡ് ആൻഡ് 9 ഫ്രം ദി യൂണിറ്റ് റോഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് 20 ആണ് നോക്കേണ്ടത്. 20 നമ്മൾ എങ്ങനെ ചെയ്യുക? 20 ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി എങ്ങനെ എഴുതാം, 2 10th പ്ലേസിലും 0 യൂണിറ്റ് പ്ലേസിലും. ഇനി നമുക്ക് 20 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 19 കഴിഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ യൂഷ്വലി 20 എങ്ങനെയാണ് നമ്മൾ എഴുതുക, 2 in 10th പ്ലേസ് ആൻഡ് 0 in യൂണിറ്റ് പ്ലേസ്. അപ്പോൾ ഇവിടെ വരുമ്പോഴോ നമുക്ക് 2 in 10th റോഡും 0 in യൂണിറ്റ് റോഡുമാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യുക, യൂണിറ്റ് പ്ലേസ് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു ബീഡും കൂടി ആഡ് ചെയ്യും. ഇപ്പം നമുക്ക് 20 കിട്ടി. ഇനി 21 22 23 എന്നൊക്കെ സിമിലർ ആയിട്ട് 2 in 10th റോഡും ബാക്കി 1 2 3 4 5 ഒക്കെ നമ്മൾ യൂണിറ്റ് റോഡിലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് 50 എങ്ങനെയെന്ന് നോക്കാം. 50 വരുന്നത് 10th റോഡിൽ 5ഉം യൂണിറ്റ് റോഡിൽ 0ഉം ആയിരിക്കും. നെക്സ്റ്റ് 100 ആണെങ്കിലോ ഇത് യൂണിറ്റ് റോഡാണ്, ഇത് 10th റോഡാണ്, അപ്പോൾ ഇത് 100th റോഡായിരിക്കും. അപ്പോൾ 100th റോഡിൽ നമുക്ക് 100 കിട്ടണമെങ്കിൽ 1 റോഡ് 1 ബീഡ് അപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് 100 എന്നുള്ള വാല്യൂവും കിട്ടി. ഇനി 500 ആണെങ്കിൽ അപ്പർ ബീഡിൽ നിന്ന് ഒരു ബീഡ് ഡൗൺ ചെയ്യണം. അപ്പോൾ നമുക്ക് 500 എന്നുള്ള വാല്യൂവും കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ കാൽക്കുലേഷൻസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് സിമ്പിൾ കാൽക്കുലേഷൻസ് വിത്ത് 1 ഡിജിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5 + 2 + 1. ഇതാണ് നമ്മളെ സ്റ്റുഡൻസ് അബാക്കസ്. അപ്പോൾ ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. ഫൈവ് എന്നുള്ളത് നമ്മൾ യൂണിറ്റ് റോഡിൽ നിന്ന് 1 ബീഡ് ഡൗൺ ചെയ്യണം. അതേപോലെ തന്നെ +2 വരുമ്പം നമ്മൾ യൂണിറ്റ് പ്ലേസിൽ നിന്ന് 2 ബീഡ്സ് അപ്പ് ചെയ്യണം. പിന്നെ +1, സോ ഒരു ലോവർ ബീഡിൽ നിന്ന് ഒരു ബീഡും കൂടി അപ്പ് ചെയ്യണം. സോ ദി ടോട്ടൽ ആൻസർ ഈസ് 8. സോ നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ കാൽക്കുലേഷൻസ് വിത്ത് 2 ഡിജിറ്റ്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ആണ് 32 - 12 - 10. അപ്പോൾ 32 എങ്ങനെ നമ്മൾ അബാക്കസിൽ എടുക്കുക? ഇതാണ് നമ്മുടെ യൂണിറ്റ് റോഡ്, ഇതാണ് നമ്മുടെ ടെൻസ് റോഡ്. അപ്പം ടെൻസ് റോഡിൽ നിന്ന് 3യും യൂണിറ്റ് റോഡിൽ നിന്ന് 2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 നമ്മൾ ലോവർ ബീഡിൽ നിന്ന് 3 ബീഡ്സ് അപ്പ് ചെയ്യണം. 2 കിട്ടാൻ നമ്മൾ യൂണിറ്റ് റോഡിൽ ലോവർ ബീഡ്സിൽ നിന്ന് 2 ബീഡ്സ് അപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് 32 കിട്ടി. ഇനി -12 ആകുമ്പം ടെൻസ് റോഡിൽ നിന്ന് 1 ഡൗണും ചെയ്യണം, യൂണിറ്റ് റോഡിൽ നിന്ന് 2 ഡൗണും ചെയ്യണം. ഇനി -10 ആണ് വേണ്ടത്. അപ്പോൾ ടെൻസ് റോഡിൽ നിന്ന് 1 മൈനസ് ചെയ്യണം, യൂണിറ്റ് റോഡിൽ ഒന്നും ചെയ്യണ്ട. സോ വി ഗെറ്റ് ദി ആൻസർ 10. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴേക്ക് നമ്മൾ അബാക്കസ് റീസെറ്റ് ചെയ്ത് 0 വാല്യൂലാക്കിയിട്ട് പോകണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 54 - 3 - 50. 54 എങ്ങനെ നമുക്ക് കിട്ടുക? ടെൻസ് റോഡിൽ 5 ഡൗണും ചെയ്യണം, യൂണിറ്റ് റോഡിൽ ലോവർ ബീഡിൽ നിന്ന് 4 അപ്പും ചെയ്യണം. -3 എന്ന് പറയുമ്പം നമുക്ക് ടെൻസ് റോഡിൽ ഒന്നും ചെയ്യാനില്ല, യൂണിറ്റ് റോഡിൽ 3 ലോവർ ബീഡ്സ് ഡൗൺ ചെയ്യണം. -50 ആവുമ്പം ടെൻസ് റോഡിൽ -5ഉം ചെയ്യണം, യൂണിറ്റ് റോഡിൽ ഒന്നും ചെയ്യാനില്ല. സോ വി ഗെറ്റ് ദി ആൻസർ ആസ് 1. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40 - 20 + 15. അപ്പോൾ നമ്മൾ ടെൻസ് റോഡിൽ നിന്ന് 4 അപ്പ് ചെയ്യണം, യൂണിറ്റ് റോഡിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് -20 ആണ്. -20 ആകുമ്പം -2 ഫ്രം ടെൻസ് റോഡ്, യൂണിറ്റ് പ്ലേസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നെക്സ്റ്റ് +15, സോ യൂണിറ്റ്സ് റോഡിൽ നമ്മൾ +5ഉം ചെയ്യണം, ടെൻസ് റോഡിൽ +1ഉം ചെയ്യണം. സോ അവർ ആൻസർ ഈസ് 35. സോ നമ്മൾ സിമ്പിൾ കാൽക്കുലേഷൻസ് വിത്ത് 1 ഡിജിറ്റ് ചെയ്തു, 2 ഡിജിറ്റ് ചെയ്തു അല്ലേ? അതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ 3 + 4 അതെങ്ങനെ നമുക്ക് അബാക്കസിൽ ചെയ്യാൻ നോക്കിയാലോ? ഇതാണ് നമ്മളെ മിഡിൽ മോസ്റ്റ് റോഡ്, അതായത് നമ്മൾ യൂണിറ്റ് റോഡ്. അതിൽ നമ്മൾ 3 ആഡ് ചെയ്തു. ഇനി 4 ചെയ്യണമെങ്കിലോ നമ്മുടെ കയ്യിൽ ബീഡ്സ് ഇല്ലല്ലോ, കാരണം നമ്മൾ അതിൽ 1ഉം ഉണ്ട് 5ഉം ഉണ്ട്, പക്ഷെ 4 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സമയത്താണ് നമ്മൾ കുറച്ച് റൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.